ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിൽ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അഞ്ജനയോട് ഈ ഭവാനി പറയുകയാണ്, ഏതായാലും ഈ കല്യാണം നടന്നേ മതിയാവുള്ളൂ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഈ കല്യാണത്തിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല എനിക്ക്, പക്ഷേ അവൻ എന്നെ വെല്ലുവിളിച്ചു, അവനെ എന്നെ അവോയ്ഡ് ചെയ്തു, ഈ കല്യാണത്തോട് താല്പര്യമില്ലാത്ത രീതിയിലാണ് അവൻ കിടന്ന് കാണിച്ചു കൊടുക്കുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞ ഒരുത്തൻ്റെ മുന്നിലേക്ക് ഞാൻ ചെല്ലണമല്ലോ, എൻ്റെ വാശിയല്ലേ അവിടെ നടക്കേണ്ടത്. അപ്പോൾ അവനെ കല്യാണം കഴിക്കാൻ തന്നെയാണ് അമ്മ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇവിടെ ഞാൻ എപ്പോഴും മിടുക്കി, ഇങ്ങനെ വേണം വാശി എന്നും പറഞ്ഞ് ഭവാനി ആ ഒരു നെക്ലസ് ഈ അഞ്ജനയുടെ നേരെ നീട്ടുകയാണതേ. ഈ ഒരു ആഭരണം അണിഞ്ഞിട്ട് വേണം പൂജയ്ക്ക് വരാനായിട്ട്. ഇത് മുത്തശ്ശിയുടെ ഓർഡറാണ്. ഇത് പാരമ്പര്യമായിട്ട് നമുക്ക് നൽകിയ ഒരു ആഭരണമാണ്. ഇത് നിൻ്റെ അടുത്ത് മാത്രമല്ല, നിനക്കുണ്ട്, അതേപോലെ തന്നെ അജയുടെ പെങ്ങൾക്കുണ്ട്, അതേപോലെ തന്നെ അഭിരാമി എന്ന് പറഞ്ഞവൾക്കുണ്ട്. അഭിരാമിയോ? എന്നിട്ട് അഭിരാമി എവിടെ അമ്മേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അഭിരാമിയെക്കുറിച്ച് ആലോചിക്കുകയാണ് ഇവിടെ ഭവാനി. താൻ കൊല്ലാൻ ഏൽപ്പിച്ചതും ഇനി മേലാൽ അവൾ ഇങ്ങോട്ട് വരരുതെന്നും ഇനി അവളുടെ ശല്യം എന്നേക്കുമായി തീർക്കണമെന്നും പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഭവാനി ആലോചിച്ചതിന് ശേഷം പറയാണ്, അഭിരാമി അവളിങ്ങോട്ട് വരില്ല, അവളുടെ ചാപ്റ്റർ ക്ലോസ് എന്നും പറഞ്ഞുകൊണ്ട് ഭവാനി അവിടെ നിന്ന് പോവുക. അപ്പോൾ ഭവാനി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ അഞ്ജന പറയാണ്, പിന്നെ ആ കിളവി അങ്ങനെ പലതും പറയും എന്ന് വിചാരിച്ച് ഞാൻ ഈ ആഭരണം ഇട്ടല്ലേ പൂജയ്ക്ക് പോകാൻ പോകുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ആഭരണം അങ്ങോട്ട് വലിച്ചെറിയുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ഭൂമിയെ കാണിക്കുകയാണ്. അപ്പം ഭൂമിയാണെങ്കിൽ ആ ആഭരണം, അത് പാരമ്പരാഗതമായ ആഭരണം ഇടുകയാണ്. അതിട്ട് നല്ല സുന്ദരിയായിട്ട് സാരിയെ കൊടുത്ത്, അച്ഛൻ കൊടുത്ത സാരിയെ കൊടുത്ത് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി നേരെ ഹാളിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും അച്യുതൻ്റെ ഭാര്യയും കൂടി വന്ന് നിൽക്കണം. എൻ്റെ മോള് അടിപൊളിയായിട്ടുണ്ടല്ലോ, സുന്ദരിയായിട്ടുണ്ട് എന്ന് പറയാണ്. ആണോ അച്ഛാ, ഞാൻ ശരിക്കും സുന്ദരിയായിട്ടുണ്ടോ? പിന്നെ അല്ലാതെ മോള് ശരിക്കും സുന്ദരിയായിട്ടുണ്ട്. മോളുടെ സ്വഭാവവും മദർ തെരേസയെ പോലുള്ളൊരു സ്വഭാവമല്ലേ? എന്താച്ചാ? മദർ തെരേസയെ പോലെയോ? അതെ, മദർ തെരേസയെ പോലുള്ളൊരു സ്വഭാവമല്ലേ എൻ്റെ മോക്കടെ. പറഞ്ഞതിൽ തെറ്റിപ്പോയില്ല അച്ഛാ. മദർ തെരേസ ശാന്ത സ്വഭാവക്കാരിയല്ലേ? ഞാനോ? ശരിയാ, ശാന്ത സ്വഭാവക്കാരിയാണ് മദർ തെരേസ. അപ്പം പിന്നെ എങ്ങനെയാണ് അച്ഛാ അത് കറക്റ്റ് ആവുന്നത്? ഞാൻ ഭയങ്കര ഹാർഡ് സ്വഭാവക്കാരിയല്ലേ? അത് ശരിയാ. എല്ലാം ശരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ അച്ഛാ. എൻ്റെ മോള് പറയുന്നത് മുഴുവനും ശരി തന്നെയാണല്ലോ. അതിൽ എനിക്ക് യാതൊരു വ്യത്യാസമില്ല. മോളെ കണ്ടാലേ ഒരു സിനിമാ നടിയെ പോലെ തന്നെയുണ്ട്. സിനിമാക്കാരെ മോളെ കൊത്തിക്കൊണ്ടു പോകും. ആണോ അച്ഛാ? സത്യമാണോ? സത്യ. മോൾക്ക് ഏത് സിനിമയിൽ അഭിനയിക്കണമെന്നാ താല്പര്യം കൂടുതൽ? അത് പറ, അച്ഛൻ റെഡിയാക്കി തരാം. എനിക്ക് ഏത് സിനിമയിൽ അഭിനയിക്കണമെന്ന് അറിയാവോ അച്ഛാ? എനിക്ക് ടൈറ്റാനിക് പോലുള്ളൊരു സിനിമയിലാണ് അഭിനയിക്കേണ്ടത്. ആണോ? എങ്കിൽ പിന്നെ അത് റെഡിയാക്കി തരും ഈ അച്ഛൻ എന്ന് പറയുമ്പോൾ അച്യുതൻ്റെ ഈ ഭാര്യ പറയാണ്, പിന്നെ അതൊന്ന് ആദ്യം നാടകത്തിൽ അഭിനയിക്കുക, അതിന് ശേഷമല്ലേ സിനിമ. അയ്യടാ, നാടകമൊക്കെ ആർക്ക് വേണം? അതൊക്കെ പഴയത്. ഇപ്പോൾ സിനിമയാണ് ഏറ്റവും മികച്ചു നിൽക്കുന്നത്. അതുകൊണ്ടേ സിനിമ മതി, നാടകമല്ല. എൻ്റെ നാടകത്തെക്കുറിച്ച് എന്തെങ്കിലും കുറ്റം പറഞ്ഞാലുണ്ടല്ലോ, രണ്ടുപേരും കൂടി തുടങ്ങി. അപ്പോഴേക്കും രണ്ട് അയൽവാസികൾ വരികയാണ്. ഇന്നൊരു വഴക്കും വാക്കാണൊന്നും കേൾക്കാനായിട്ട് പറ്റിയില്ലല്ലോ ചേട്ടാ. അത് ശരിയാ, അതൊന്നും കേൾക്കാത്തതുകൊണ്ടേ ഒരു മനസ്സമാധാനമില്ല. അപ്പോൾ അശ്വതിൻ്റെ വീടിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും വഴക്ക് തുടങ്ങി. ഇന്ന് രണ്ടും കൽപ്പിച്ച് തന്നെയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അശ്വതനും ഈ ഭാര്യയും കൂടി ഭയങ്കര പൊരിഞ്ഞടി നാടകത്തെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ട് അടി കൂടുന്നത്. അപ്പോൾ ഇവരിങ്ങനെ കേട്ടോണ്ടൊക്കെ, ദൈവമേ, ഇന്ന് കണി കണ്ടവനെ കൊള്ളാം, നാളെയും ഇതേപോലെ അവനെ തന്നെ കണ്ടാൽ മതി. അപ്പം ഇവർ പറയുന്നത് മുഴുവനും കേട്ടോണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് ഭൂമി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അയൽക്കാരിങ്ങനെ നോക്കി നിൽക്കുന്നതാണ് കാണുന്നത്. അച്ഛ അമ്മ ഒന്ന് നിർത്ത്, അയൽക്കാരൊക്കെ നോക്കാൻ തുടങ്ങി, നിങ്ങളുടെ ഒരു വർത്തമാനം ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുക. എന്നിട്ട് നമ്മുടെ ഭൂമി ഈ അയൽവക്കക്കാരോട്, എന്താ ചേച്ചി? അല്ല ഒന്നുമില്ല, ഞങ്ങളിങ്ങനെ ചുമ്മാ പോയതാണല്ലേ. ഇവിടുത്തെ അടിയും വക്കണമൊക്കെ കണ്ട് സന്തോഷമായല്ലോ, മനസ്സ് നിറഞ്ഞില്ലേ, വയറ് നിറഞ്ഞില്ലേ, ഇനി കൂടുതൽ വായ നോക്കി നിൽക്കാതെ പൊയ്ക്കൂടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവർ അമ്മി നാണം കെട്ട് അവിടെ നിന്ന് ഓടിപ്പോവാണ്.
നാണമുണ്ടോ നിങ്ങൾക്ക്? ഇവിടെ കിടന്ന് വഴക്ക് കൂടി നാട്ടുകാരെയും കൂടി അറിയിച്ചപ്പോൾ സമാധാനമായല്ലോ. ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എന്ന് ചോദിക്കുകയാണ്. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് നിവേദ്യം കൊണ്ട് പോകണ്ടേ? അതെ, നിവേദ്യം കൊണ്ട് പോകണം. അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ തല്ലുപിടുത്തം കൂടി തീർക്കണമല്ലോ, എന്നാലല്ലേ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവുള്ളൂ എന്ന് പറയാം. അങ്ങനെ പിന്നീട് സൗഭാഗ്യപുരം കാണിക്കാം. അപ്പോൾ സൗഭാഗ്യപുരത്ത് നമ്മുടെ മുത്തശ്ശി ഓരോ ഒരുക്കങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇതാ വരുന്നു നമ്മുടെ അജയുടെ കൂട്ടുകാരൻ. അപ്പോൾ കൂട്ടുകാരനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് എന്താ മുത്തശ്ശി, എന്താ അജയ, എൻ്റെ ദൈവമേ, എൻ്റെ കർത്താവ് എന്നൊക്കെ ഇങ്ങനെ വിളിക്കുകയാണ്. എന്താ മുത്തശ്ശി മതം മാറിയോ? അല്ല, കർത്താവെന്നും ദൈവത്തിനെയൊക്കെ വിളിക്കുന്നുണ്ടല്ലോ. ഇനി പള്ളിയിൽ പോകാനുള്ള പരിപാടി വല്ലതും ഉണ്ടോ? എന്താടാ ഞാൻ പള്ളിയിൽ പോയാൽ എന്താ യേശു ക്രിസ്തു എണീറ്റ് ഓടുമോ എന്ന് വെച്ചപ്പോഴേക്കേ അതൊന്നുമില്ല. എടാ, ഒരു മതങ്ങൾക്കും തമ്മിൽ ശത്രുതയില്ല, പക്ഷെ മനുഷ്യരല്ലേ ശത്രുത ഉണ്ടാക്കുന്നത്. അല്ലുകൊണ്ട് ദൈവങ്ങൾ തമ്മിലൊന്ന് തല്ലുകൂടിയിരിക്കുകയാണോ? അല്ലല്ലോ. അപ്പം നമുക്ക് നമ്മുടെ മനസ്സിനനുസരിച്ച് ഏത് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം, എവിടെ വേണമെങ്കിലും പോവുകയും ചെയ്യാം. അതൊക്കെ നമ്മളുടെ താല്പര്യമാണ്. അല്ലാതെ ദൈവം പറഞ്ഞിട്ടില്ലല്ലോ നീ അങ്ങോട്ട് വന്നം നീ ഇങ്ങോട്ട് വന്നം എന്നൊന്നും. ഇല്ല, അതൊക്കെ ഇരിക്കട്ടെ. നീ അജയുടെ കല്യാണക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നോടാ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇവനാ മറ്റേ കാര്യം ആലോചിക്കുകയാണ്. അതിനെ കുത്തിയിരുത്തിയിട്ട് ഭക്ഷണം കഴിപ്പിച്ച കാര്യം നീ അപ്പം ആ സമയത്ത് പറയുന്നുണ്ട്, നീ അജയനെ കൊണ്ട് കല്യാണക്കാര്യത്തെക്കുറിച്ച് ചോദിപ്പിച്ചു എന്ന് കഴിഞ്ഞപ്പോഴേക്കും അത് ഞാൻ എങ്ങനെ ചോദിക്കാനാ? ഫുഡ് കഴിക്കടാ, ദേ ഈ ചിക്കൻ പീസ് മുഴുവനും കഴിച്ചു തീർത്തോണം. അങ്ങനെ നീ കല്യാണം സമ്മതിപ്പിക്കില്ല? ഞാൻ സമ്മതിപ്പിക്കില്ല. എങ്കിൽ കഴിക്കടാ, നീ കഴിച്ചിട്ട് എണീറ്റ് പോയാൽ മതി. ആ ഒരു കാര്യം ഇവനെ ആലോചിക്കാം. അതെല്ലാം ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും പേടിച്ചു പോകണം. എന്താടാ നീ ഒന്നും മിണ്ടാതിരിക്കുന്നത്? നീ കല്യാണക്കാര്യത്തെക്കുറിച്ച് അവനോട് പറഞ്ഞില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ റെഡി ആയിക്കോ നീ? അയ്യോ മുത്തശ്ശി, ഞാൻ പറഞ്ഞു അവൻ സമ്മതിച്ചിട്ടുണ്ട്. മിടുക്കൻ. അപ്പം കല്യാണക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് സമ്മതിപ്പിച്ചു അല്ലേ? അതേ മുത്തശ്ശി, ഞാൻ കല്യാണക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒന്നും കൊണ്ടും പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. അങ്ങനെ വരണം ഓരോ കാര്യങ്ങൾ. ശരി, എങ്കിൽ പിന്നെ അജയനെ വിളിക്ക്. അപ്പോഴേക്കും അജയ് അമ്മാവനും കൂടി വരികയാണ്. അപ്പോൾ അമ്മാവനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, എടാ നീ ഇനിയേ ഈ വീട്ടിൽ തന്നെ താമസം നോക്കണം കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നിൽക്കരുത്. മോനെ അജയ്, ദേ കല്യാണക്കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, എത്രയും പെട്ടെന്ന് റെഡി ആവണം. നിങ്ങൾ രണ്ടുപേരുടെയും കല്യാണം നടത്താൻ തന്നെയാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കേട്ട ആകെ ഡള്ളായിട്ട് നിൽക്കുകയാണ് അജയ്. എന്ത് ചെയ്യണമെന്ന് അറിയുമ്പോഴത്തൊരു അവസ്ഥ. അപ്പം സത്യം പറയാണ്, എടാ എന്തായാലും നീ ഒരു കല്യാണം കഴിക്കണം. നീ ആ കല്യാണം കഴിച്ചേ മതിയാവുള്ളൂ. എൻ്റെ മകള് അഭിരാമി ഉണ്ടായിരുന്നെങ്കിൽ അവളെയായിരുന്നു നീ കല്യാണം കഴിക്കേണ്ടത്. ഇപ്പം അവളില്ലല്ലോ, അതുകൊണ്ട് അഞ്ജനയെ നീ കല്യാണം കഴിക്കണം. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുമായിരുന്നു നമ്മുടെ ഭവാനി. അപ്പം ഭവാനി ഇങ്ങനെ ചിന്തിക്കുകയാണ്, കഴിക്കോടോ, നിങ്ങളുടെ കൈവശം തന്നെ കൊടുത്ത് എൻ്റെ മോളുടെ കഴുത്തിൽ അജയ് താലി കെട്ടും. നിങ്ങൾ തന്നെ എൻ്റെ മോളുടെ കല്യാണം നടത്തി കൊടുക്കും. അതെൻ്റെ കണ്ണുകൾ കൊണ്ട് തന്നെ ഞാൻ കാണോടോ. അയാളുടെ ഒരു അഭിരാമി തൻ്റെ മോളിന് തിരിച്ചു വരാൻ പോകുന്നില്ലടോ. തൻ്റെ മോള് ചത്ത് മണ്ണടിച്ച് അങ്ങോട്ട് മേലോട്ട് പോയിരിക്കുകയാണ് എന്നിങ്ങനെ സംസാരിക്കുകയാണ്. എങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ ഈ സത്യനാണെങ്കിൽ, എടാ ഇനി ഒന്നും കൊണ്ട് ടെൻഷൻ അടിക്കണ്ട, നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. മുത്തശ്ശി പറയുന്നത് പോലെ അങ്ങോട്ട് അനുസരിക്കേ, അതിലിപ്പോൾ എന്താണ് കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നത്? അങ്ങനെ അജയ് വേറെന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ഭവാനി നേരെ ആ ഗുണ്ടയെ വിളിക്കുക. അപ്പോൾ ഗുണ്ടയെ വിളിച്ചിട്ട് എന്തായി കാര്യങ്ങളൊക്കെ? ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മാഡം. താൻ ഇതിനെ കണ്ടായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഇല്ല, അച്യുതനെ കണ്ടില്ല. ഫോട്ടോ ഒരുപാട് പേരെ കാണിച്ചു, അവർക്കൊന്നും യാതൊരു വിവരമില്ലെന്നാണ് പറയുന്നത്. പിന്നെ അയാളെക്കുറിച്ച് ഞാൻ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എങ്കിലേ താൻ ഇങ്ങോട്ടൊന്ന് വന്നേ, എനിക്ക് തന്നെ അത്യാവശ്യം കാണാനുണ്ട്. വേറെ ആരുടെയും കൺമുന്നിൽ താൻ പെടാൻ നിൽക്കരുത്. ചില കാര്യങ്ങളൊക്കെ എനിക്ക് അവതരിപ്പിക്കാനുണ്ട് എന്ന് പറയുകയാണ്. ശരി മാഡം, എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് തന്നെ വന്നേക്കാം. ശരി, ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ്. അങ്ങനെ നമ്മുടെ അച്യുതിനെയും അതേപോലെ തന്നെ ഭാര്യയെയും ഈ ഭൂമിയെയും കാണിക്കുകയാണ്. അപ്പോൾ ഭൂമിയാണെങ്കിൽ എല്ലാം റെഡിയാക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇനി ഏതായാലും മോളെ അധികം താമസിക്കേണ്ട, എത്രയും പെട്ടെന്ന് പൊയ്ക്കോളാനും പറയുകയാണ്. അങ്ങനെ അതൊക്കെ ഞാൻ ഏറ്റുവെച്ചാൽ ഞാൻ പൊയ്ക്കോളാം, അച്ഛൻ ടെൻഷൻ അടിക്കരുത് കേട്ടോ. മനസ്സിന് നല്ല മനക്കരുത്ത് വേണം. അതെന്താ നമ്മൾ ഇപ്പോൾ പറയുന്നത്? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മളുടെ മനസ്സിന് കരുത്തുണ്ടെങ്കിലേ ഏത് അസുഖത്തെയും തോൽപ്പിക്കാൻ പറ്റുന്ന പറയുന്നത്.
ഏതൊരു കാര്യത്തിനും തോൽപ്പിക്കാൻ പറ്റും. നമ്മുടെ മനധൈര്യമാണ് ഏറ്റവും പ്രധാനം. അതൊക്കെ എനിക്കുണ്ട് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴും ഭൂമിക്ക് ഭയങ്കര സങ്കടം വരികയാണ്. തൻ്റെ അച്ഛന് വേണ്ടി തനിക്ക് ഒന്നും ചെയ്തു കൊടുക്കാനായിട്ട് കഴിയുന്നില്ലല്ലോ. ഇത്രയും ലക്ഷം രൂപ ഉണ്ടാക്കണ്ടേ അച്ഛൻ്റെ ഓപ്പറേഷന് വേണ്ടി. അപ്പോൾ അതൊന്നും സാധിക്കുന്നില്ലല്ലോ എന്നാലോചിച്ച് ആകെ സങ്കടപ്പെട്ടിരിക്കുക. അങ്ങനെ ഭൂമി ഈ നിവേദ്യമായിട്ട് നേരെ സൗഭാഗ്യപുരത്തിൻ്റെ ഗേറ്റിൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ആഹാ, കറക്റ്റ് ഡെസ്റ്റിനേഷനിൽ തന്നെ ഞാൻ എത്തിയിട്ടുണ്ട്, സൗഭാഗ്യപുരം എന്നും പറഞ്ഞുകൊണ്ട് ഒരു കോളിംഗ് ബെല്ലടിക്കുക. കോളിംഗ് ബെല്ലടിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഈ ഗേറ്റ് ഇങ്ങനെ തുറക്കുക. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരു പ്രസാദത്തിൻ്റെ കുപ്പിയില്ല. അപ്പോൾ അതുകൊണ്ട് ദൈവമേ, ഈ അമ്മയുടെ ഒരു പരിപാടി, പ്രസാദത്തിൻ്റെ കുപ്പി കാണാനില്ലല്ലോ. ഉടനെ തന്നെ ഭൂമി അച്ഛനെ വിളിക്കുക. അപ്പോൾ അച്ഛനെ വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്താ മോളെ, അതെ ഇതിലൊരു ചെറിയൊരു പ്രസാദത്തിൻ്റെ കുപ്പി കാണാനില്ലല്ലോ അച്ഛാ, അമ്മ ഇത് എടുത്ത് വെച്ചില്ല. ഒരു കാര്യം ചെയ്യോ, അമ്മ അച്ഛനോടൊന്ന് പെട്ടെന്നൊന്നും ഇങ്ങോട്ട് വരാൻ പറ, ഇവിടം വരെ എത്തിക്കാനായിട്ട് പറ. അതിനെന്തിനാ അമ്മ, ഞാൻ വന്നാൽ പോരെ? വേണ്ട, അച്ഛൻ ഈ സമയത്ത് യാത്രയൊന്നും ചെയ്യണ്ട. ഏത് സമയത്ത്? എന്താ രാഹുകാലമാണോ? അല്ല, വെറുതെ അച്ഛനെന്തിനാ യാത്ര ചെയ്യുന്നത്? അച്ഛൻ അവിടെ ഇരുന്നോ, അമ്മ വന്നാൽ പോരെ? അതൊന്നും പറ്റില്ല. നീയേ അതെന്ത് സാധനം, ലൊക്കേഷൻ ഇങ്ങോട്ട് എടുക്ക്, ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് എത്തിക്കോളാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ കട്ടാക്കുക. അപ്പോൾ ഭൂമി വിചാരിച്ചു എന്നാൽ വരണമെങ്കിൽ വരട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഭൂമി ആ തറവാടിലേക്ക് എടുത്ത് കാലെടുത്ത് കുത്തുകയാണ്. അപ്പോൾ വലിയ തറവാടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭൂമി ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ദൈവമേ, ഞാൻ എപ്പോഴോ ഇവിടെ വന്നിട്ടുള്ളൊരു ഫീലിംഗ് ആണല്ലോ എനിക്ക് തോന്നുന്നത് എന്ന് വിചാരിച്ചുകൊണ്ട് ഭൂമി നേരെ കയറുകയാണ്. അപ്പോൾ അജയ് പുറത്തേക്ക് ആരോടോ ധൃതിയിൽ സംസാരിച്ചുകൊണ്ട് വന്നിങ്ങനെ നിൽക്കുക. അങ്ങനെ സംസാരമെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് അജയ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് ഭൂമി നിൽക്കുന്നു. അപ്പോൾ ഭൂമി നേരെ അജയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ അജയ് പറയണം, ആ പാഷാണ് ഇങ്ങോട്ട് വന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഒരു എലിയെ മാളത്തെ കയറി ഒളിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴേ ആ എലി എൻ്റെ കൺമുന്നിൽ പെട്ടിട്ടുണ്ട്. അപ്പം പാഷാണം വരണമല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും നീ നിവേദ്യം കൊടുക്കാൻ വേണ്ടി വന്നതല്ലേ, അപ്പം നിവേദ്യം കൊടുത്തിട്ട് പോകാൻ നോക്ക്. അതെ, പക്ഷെ സാറിൻ്റെ ഒരു വാർത്തയൊക്കെ കണ്ടായിരുന്നല്ലോ, ഒരു കേസ് തെളിയിച്ചതിൻ്റെ വാർത്ത. അതായത് ആ മരിച്ചുപോയ അയാളുടെ ഇത് ആത്മഹത്യയാണെന്ന് സാറ് തെളിയിച്ചു അല്ലേ? അതെ, തെളിയിക്കാനൊക്കെ പറ്റും, എനിക്ക് അത്യാവശ്യം ബുദ്ധിയൊക്കെ ഉണ്ട്. ഓ, ബുദ്ധിയൊക്കെ ഉണ്ട്. ശരി സാറേ, സമ്മതിച്ചു. ഞാൻ സാറിന് തന്ന ഒരു ഇതിൽ സാറ് തിരഞ്ഞിട്ടേയില്ല, സാറിൻ്റെ ബുദ്ധിപരമായി ചിന്തിച്ചു. പിന്നെ ഐസ് ക്യൂബ് ഇട്ടിട്ട് അയാൾ തൂങ്ങിയത്, അത് സാറിൻ്റെ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചു. അപ്പോൾ സാറിന് കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങൾ കിട്ടുകയും ചെയ്തു. എന്താ, കറക്റ്റ് അല്ലേ സാറേ? പിന്നെ ഞാനേ ഒരു കേസ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്, കോടതിയിൽ പോയേ. എന്ത് കേസ്? തലച്ചോറ് കവർച്ച. അതിന് കേസ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ദേ കൂടുതൽ വേഷം കിട്ടല്ലേ. പ്രസാദം കൊടുക്കാൻ വന്നതാണെങ്കിൽ കൊടുത്തിട്ട് പോ, ഒരുപാട് ഡയലോഗ് അടിക്കാൻ നിൽക്കണ്ട. ഇതെല്ലാം ഭവാനിയുടെ മകള് അഞ്ജന കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇവർ തമ്മിൽ എന്താണ് ബന്ധം? എന്തിനാണ് ഇവള് അവനോട് ഷൗട്ട് ചെയ്ത് കയറുന്നത്? ഇതൊന്നും അറിയണമല്ലോ. അങ്ങനെ അഞ്ജനയും കാണിക്കുകയാണ്, ഇവരെയും കാണിക്കുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.